എല്ലാവർക്കും നമസ്കാരം. എനിക്കിന്ന് നിങ്ങളോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, അല്ലെങ്കിൽ എനിക്ക് അറിയാനുള്ളൊരു ആഗ്രഹം കൂടി ചോദിക്കുകയാണ്. നന്ദഗോവിന്ദം ഭജൻസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്ത് തന്നെയാണെങ്കിലും, നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് എഴുതുക. ശരിക്കും ഞാൻ ഒരുപാട് കാണാൻ കൊതിക്കുന്ന ഒരു ഭജൻ ടീമാണ് നന്ദഗോവിന്ദം. കുറച്ച് നാൾ മുൻപ് വരെ അമ്പലങ്ങളിലെ ഉത്സവ സമയത്ത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കഴിവതും കലാപരിപാടികൾ കുറവായിരുന്നു. കാരണം ഈ ഗാനമേള അല്ലെങ്കിൽ നാടകമൊക്കെ വെക്കുമ്പോൾ തമ്മിലടിയും ബഹളവും കാര്യങ്ങളൊക്കെ നടന്നതുകൊണ്ട് ചില അമ്പലങ്ങളിൽ തീരെ ഉണ്ടാവാറില്ല. അവിടെ എല്ലാം ഭജനയാണ് വെക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഭജന കേൾക്കാൻ പ്രായമുള്ളവർ മാത്രമേ പോയി കണ്ടിട്ടുള്ളൂ. ചെറുപ്പക്കാരൊന്നും പോകുന്നത് കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ നന്ദഗോവിന്ദം ഭജൻസ് അവരുടെ പ്രോഗ്രാമുകൾ തുടങ്ങിയതിന് ശേഷം പ്രായഭേദമന്യേ ആരും ഇവരുടെ പ്രോഗ്രാമുകൾ കേൾക്കാൻ വേണ്ടി പോകാറുണ്ട്. അവർ പെർഫോം ചെയ്യുന്ന രീതി ഇതൊക്കെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി തന്നെ പോകുന്ന ആൾക്കാരാണ്. ഭജനയുടെ ഒരു പാറ്റേൺ തന്നെ മാറി. ഒരുപാട് ആൾക്കാർ ഇവരെ കോപ്പി ചെയ്തുകൊണ്ട് ഇന്ന് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കവെയാണ് കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ ഭജന പാടിയ കൂട്ടത്തിൽ അവർ ആ പാട്ടുകൾ കേൾക്കാൻ വേണ്ടി കൂടിയിരുന്ന എല്ലാവരോടും അനുവാദം ചോദിച്ചുകൊണ്ട് അവരുടെ പെർഫോമൻസ് ചെയ്തു. അത് ക്രിസ്തീയ ഭക്തിഗാനമാണ്. അത് ഹിന്ദു എന്നായിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, മുസ്ലിംസിൻ്റെ ആയിക്കോട്ടെ, ഭക്തിഗാനം ഭക്തിയാണ്. അത് മനസ്സിലാക്കാതെ നാവെടുത്താൽ വിഷം മാത്രം തുപ്പുന്ന, കലയുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത ഒരു വ്യക്തി, ഒരു സ്ത്രീ, അങ്ങനെ തന്നെ പറയാം, ഹിന്ദു ഐക്യവേദിയുടെ ആരോ ആണെന്ന് പറയുന്നത്, അവർ ഒരു പ്രസ്താവന കൂടെ ഇറക്കി. ഞാനത് വായിക്കാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ കുറച്ചധികം പേരിലേക്ക് ഈ വീഡിയോ എത്തും. ഒരുപക്ഷേ ഈ വീഡിയോ കണ്ടു കഴിയുന്ന കുറേ അധികം ആൾക്കാർ, ഇന്നലെ വരെ എന്നെ വാനോളം പുകഴ്ത്തിയ കുറേ അധികം ആൾക്കാരെങ്കിലും ഇന്ന് നീ തെറ്റാണെന്ന് പറയുമായിരിക്കും. കുഴപ്പമില്ല. ഞാൻ പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടുകളാണ്, എൻ്റെ ശരികളാണ്. ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ തമ്മിലടിക്കുന്ന കാണാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനൊരു ഹിന്ദു മതത്തിൽ ജനിച്ച ഒരാളാണ്, ഹിന്ദു മതവിശ്വാസി തന്നെയാണ്. പക്ഷേ പള്ളികളിൽ പോകാറുണ്ട്, മോസ്കിൽ പോകാറുണ്ട്, ഭീമപള്ളിയിൽ ഞാൻ പോകാറുണ്ട്, വെട്ടുകാട് പള്ളി പോകാറുണ്ട്, ഇപ്പോൾ എറണാകുളത്തായിരുന്ന സമയത്ത് കലൂർ പള്ളി പോകാറുണ്ട്, എടപ്പള്ളി ചർച്ചിൽ പോകാറുണ്ട്, ഇവിടെയൊക്കെ പോകാറുണ്ട്. നമ്മളെല്ലാ ദൈവത്തെയും വിശ്വസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ക്രിസ്ത്യൻസ് ആയിട്ടും മുസ്ലിംസ് ആയിട്ടും ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരും ഒരുപോലെയാണ്. എല്ലാവരുടെ വീടുകളിൽ പോയിട്ടും ഭക്ഷണം കഴിച്ചിട്ടുമുണ്ട്. പറഞ്ഞു വന്നത്, മതത്തിൻ്റെ പേരിൽ ആളുകളെ തമ്മിൽ അടുപ്പിക്കുന്ന ആൾക്കാർക്ക് എതിരെയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാർ എൻ്റെ കമൻറ്റ് ബോക്സ് ചിലപ്പോൾ എത്ര പേര് വീഡിയോ കാണുമെന്ന് അറിയില്ല, എന്നാൽ പോലും എൻ്റെ കമൻറ്റ് ബോക്സിൽ ചിലപ്പോൾ പൊങ്കാലയുമായിട്ട് വരുമായിരിക്കും. ഒരു പ്രശ്നമില്ല. ഞാൻ എന്തായാലും ഈ പോസ്റ്റ് വായിക്കാം. ചിക്കൻ മസാല നല്ലതാണ്, പായസത്തിൽ ഇടരുത്. ഇതാണ് ടീച്ചറുടെ പോസ്റ്റ്. ക്ഷേത്രത്തിൽ ക്രിസ്തീയ ഭക്തിഗാനം ആലപിച്ചതിൽ നന്ദഗോവിന്ദം ഭജനസഭനെതിരെ KP ശശികല. ഇടയ്ക്കിടയ്ക്കാണ് ടീച്ചർ ഇങ്ങനെ വിഷം തുപ്പുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണെന്നും പറഞ്ഞിട്ട് കുറേ വിഷങ്ങൾ തുപ്പുന്നു. കുറേയധികം ആൾക്കാരുടെ മനസ്സിലേക്ക് വേണ്ടാത്ത ചിന്താഗതികൾ ഇട്ടുകൊടുക്കുന്നു. ഇതാണ് ടീച്ചർ ചെയ്യുന്ന പരിപാടി. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് ആദ്യം നോക്കാം. ഈ പ്രോഗ്രാമിൽ അവർ പെർമിഷൻ ചോദിച്ചുകൊണ്ടാണ് ആ ക്രിസ്തീയ ഭക്തിഗാനം ആലപിക്കുന്നത്. നമുക്ക് ആ ചോദിക്കുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ LKG തൊട്ട് പഠിച്ചത് നമ്മുടെ ഇവിടുത്തെ പള്ളി സ്കൂളിലാണ്, നമ്മുടെ ഹോളി ഫാമിലി സ്കൂളിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ ഇവിടെയുണ്ട്. നമ്മളുടെ ഈ ഭജന നടക്കുമ്പോൾ തന്നെ ഇത്രയും തിരക്ക് വരുന്ന അറിഞ്ഞിട്ട് നമുക്ക് വേണ്ടി പാർക്കിംഗ് സൗകര്യങ്ങൾ എല്ലാവർക്കും തരുന്നത് അവിടുത്തെ പള്ളി ഗ്രൗണ്ടിലാണ്. ദേശവിളക്ക് എന്നുള്ള നമുക്ക് അടുത്ത ദിവസം ഉണ്ട്, നമുക്ക് ദേശവിളക്ക്. ഇപ്പോൾ ദേശവിളക്കിനാണ് ഇവിടെ നടക്കുന്ന സമയത്ത് ദേശം മുഴുവൻ വിളക്കുകളാണ്. ആ സമയത്ത് ഇവിടെ പള്ളിയിലും വിളക്കുകൾ എത്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നൊരു നാടാണ്. അപ്പം ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മതസൗഹാർദ്ദം എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ പ്രശ്നം പോലെയൊക്കെ പല സ്ഥലങ്ങളിൽ ഞാൻ കമന്റുകളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന്മാരാണ് ഞങ്ങൾ. അപ്പോൾ ഇന്ന് ഭജന കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയാം, ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള എന്നെ പഠിപ്പിച്ച ടീച്ചറിൻ്റെയൊക്കെ സിസ്റ്റേഴ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ കൂടെ ഉണ്ടാവും, ഒത്തിരി ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഒരു കാര്യങ്ങളിലെ വ്യത്യാസമൊന്നും കാണാത്ത ഒരു നാടാണ്. അപ്പം നമുക്ക് വേണ്ടി ഇത്രയും സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്ന അവർക്ക് വേണ്ടി ഒരു പാട്ട് നമുക്ക് പാടാമല്ലോ അല്ലേ? ഓക്കെ, തൽക്കാലം ഞാൻ അത്ര വെക്കുന്നുള്ളൂ. നിങ്ങൾ അവിടെ കൂടിയിരുന്ന ആൾക്കാരെ കണ്ടല്ലോ. ചാണ്ടിയുമനുണ്ട്, ആക്ടർ മഹേഷ് ഉണ്ട്, ജിഷൻ മോഹനുണ്ട്, ജിഷൻ മോഹൻ്റെ വൈഫ് അമേയ ഉണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് പേര് കണ്ട പ്രോഗ്രാമാണ്. അവരെത്രമാത്രം ആസ്വദിച്ചാണ് ആ പ്രോഗ്രാമിൽ ഇരിക്കുന്നത്. അവരുടെ അനുവാദത്തോടു കൂടി, അവിടെ കൂടിയിരുന്നവരുടെ അനുവാദത്തോടു കൂടി. എന്തേ, ശശികല ടീച്ചറുടെ അനുവാദം വാങ്ങണമായിരുന്നോ? അതോ ഹിന്ദു ഐക്യവേദിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ അനുവാദം വാങ്ങണമായിരുന്നോ? അവിടെ കൂടിയിരുന്ന ക്ഷേത്ര കമ്മിറ്റിക്കാർ അല്ലെങ്കിൽ ആ പറയുന്ന ഓഡിയൻസ് ഇവരുടെ എല്ലാം പെർമിഷനോട് കൂടി തന്നെയാണ്, അവരെല്ലാം കൈയടിച്ചതിന് ശേഷമാണ് ഒരു പാട്ട് അവർ പാടിയത്. ഭക്തിഗാനമല്ലേ പാടിയത്, ക്യാബറ ഡാൻസ് ഒന്നുമല്ലല്ലോ, അല്ലെങ്കിൽ ഡപ്പാങ്കുത്ത് പാട്ടൊന്നുമല്ലല്ലോ പാടിയത്, ഭക്തിഗാനം തന്നെയല്ലേ. അത് ഹിന്ദുവിൻ്റെ ആയിക്കോട്ടെ
മുസ്ലിംസിൻ്റെ ആയിക്കോട്ടെ ക്രിസ്ത്യാനിയുടെ ആയിക്കോട്ടെ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറഞ്ഞ് കേട്ട് വളർന്ന ഒരു തലമുറയുടെ മുന്നിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അത് ഓർക്കണം. ഞാൻ പഠിച്ചത് SN കോളേജിലാണ്. അവിടെ 3 വർഷം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 വർഷം കേട്ട് വളർന്നത് അത് തന്നെയാണ്. എല്ലാ ദിവസവും രാവിലെ പ്രയർ കേൾക്കുമ്പോൾ അവിടെയും കേൾക്കുന്നത് അത് തന്നെയാണ്. ഇത് കേട്ട് വളർന്ന ഒരു തലമുറയുടെ മുന്നിലാണ് നിങ്ങൾ ഈ വിഷം തുപ്പുന്നത്. അത് ചിന്തിക്കുക. മതം ഏതായാലും മനുഷ്യൻ നന്നായ മതി എന്ന് പറഞ്ഞു കേട്ട ഒരു തലമുറ, ആ തലമുറയോടാണ് നിങ്ങൾ പറയുന്നത് അമ്പലത്തിൽ ക്രിസ്തീയ ഭക്തിഗാനം ആലപിക്കാൻ പാടില്ല. ഇത് അമ്പലത്തിനകത്തല്ല എന്നവർ വെളിപ്പെടുത്തുന്നുണ്ട്. ആരാ? ക്ഷേത്ര കമ്മിറ്റിക്കാർ. നമുക്ക് അതിലേക്ക് പോകാം. ഞാൻ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. പോസ്റ്റിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റ് അയച്ചേക്കുന്നത് ജോയ് സി വിതുര എന്ന് പറയുന്ന ഒരാളാണ്. വേമ്പിൻകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം നട്ടാശ്ശേരി. വിഷയം നന്ദഗോവിന്ദം ഭജൻസ് 2026 ഏപ്രിൽ 14 പ്രോഗ്രാമായി ബന്ധപ്പെട്ട്. ഈ സാഹചര്യത്തിൽ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. അതും പ്രത്യേകിച്ച് ക്ഷേത്രത്തെ സംബന്ധിച്ചാകുമ്പോൾ. നന്ദഗോവിന്ദം ഭജൻസ് കഴിഞ്ഞ 14-ാം തീയതി ഒരു പ്രോഗ്രാം ഞങ്ങളുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. ക്ഷേത്ര പുനർനിർമ്മാണം നടക്കുന്നത് കൊണ്ടും അതിന് ഒരു പ്രചാരണം എന്ന രീതിയിൽ നന്ദഗോവിന്ദം ഭജൻസ് ഫ്രീ ആയിട്ട് ക്ഷേത്രത്തിനു വേണ്ടി നടത്തിയ പ്രോഗ്രാമാണ്. അത് കുറച്ചുപേർ വളരെയധികം വിവാദത്തിൽ എത്തിച്ചിരിക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകമായി പറയാനുള്ളത്, ഒന്നാമതായി ഈ പ്രോഗ്രാം നടന്നത് ക്ഷേത്ര മതിൽക്കെട്ടിനകത്തല്ല. അതിനുള്ളിൽ സ്ഥലമില്ലാതിരുന്നത് കൊണ്ട് വെളിയിൽ ഒരു സ്ഥലം അതിനു വേണ്ടി ഒരുക്കിയെടുക്കുകയാണ് ചെയ്തത്. തന്നെയുമല്ല, ഈ നാട്ടിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളും അതിന് ഇന്ന മതം എന്നൊന്നുമില്ല. എല്ലാവരും ഒരുമിച്ച് സഹകരിച്ചാണ് ഈ പ്രോഗ്രാം ഇവിടെ നടത്തിയത്. നന്ദഗോവിന്ദത്തിൻ്റെ സ്വന്തം തട്ടകം. അവർ വളർന്നത് ഇവിടെ നിന്നാണ്. നവീൻ, അതായത് നന്ദഗോവിന്ദം ഭജൻസിലെ മെയിൻ ആള്, LKG മുതൽ പഠിച്ചത് ഇവിടുത്തെ പള്ളി സ്കൂളിലാണ്. പഠിപ്പിച്ചത് എല്ലാ വിഭാഗത്തിലുമുള്ള ടീച്ചർമാരുമുണ്ട്. അതിനാൽ തന്നെ പ്രോഗ്രാം കേൾക്കാൻ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരുപോലെ സഹകരിച്ചിരുന്നു. ജനബാഹുല്യം കണക്കിലെടുത്ത് ഫ്രീ പാസോട് കൂടിയാണ് പ്രോഗ്രാം കൺട്രോൾ ചെയ്തത്. ഈ നാട്ടിലുള്ള എല്ലാവർക്കും പ്രോഗ്രാം കാണുന്നതിനും കേൾക്കുന്നതിനും ജാതി മത ഭേദമന്യേ പാസുകൾ വീട്ടിലെത്തിച്ചിരുന്നു. എല്ലാവരും വരികയും പ്രോഗ്രാം കേൾക്കുകയും ചെയ്തു. ഈ അമ്പലത്തിൽ നടക്കുന്ന എല്ലാ പരിപാടികൾക്കും എല്ലാ മതസ്ഥരും സഹകരിക്കുന്നുമുണ്ട്. ഇവിടുത്തെ ദേശവിളക്കിന് നമ്മൾ വിളക്ക് കത്തിക്കുന്നതിനോടൊപ്പം തന്നെ ക്രിസ്ത്യാനികളും തിരി തെളിക്കാറുണ്ട്. താലപ്പൊലി കടന്നു പോകുമ്പോൾ അവർ വഴിയരികിൽ തിരി തെളിയുന്നതും എല്ലാ വർഷവും നടക്കുന്നതാണ്. അതാണ് ഈ നാട്ടിലെ സമ്പ്രദായവും ഈ നാട്ടിലെ ഏകതയും. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇതുപോലൊരു പ്രോഗ്രാം നടന്നപ്പോൾ അവിടെ നവീനെ പഠിപ്പിച്ച അധ്യാപകരും അവരുടെ സുഹൃത്തുക്കളും സഹപാഠികളും അവരുടെ വീട്ടുകാരും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനൊരു ഗാനം പാടുന്നതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റും കണ്ടില്ല. അതൊരു വലിയ അപരാധമാണെന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നുമില്ല. ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും വളരെ സൗഹാർദ്ദപരമായി ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരു ദേശത്തെ ഇത്തരത്തിലുള്ള ഒരു വിവാദം ഇളക്കിവിട്ട് നിലവിലുള്ള സൗഹാർദ്ദത്തെ എല്ലാവരും കൂടി തകർക്കരുത് എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ എന്ന് കൺവീനർ. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ജോയ് സി വിതുര എന്ന് പറയുന്ന ആൾ പോസ്റ്റ് ചെയ്ത ഒരു കമൻറ്റാണ്. അപ്പോൾ ആ അമ്പല കമ്മിറ്റിക്കാർ പോലും ഈ പറയുന്ന കാര്യത്തെ എതിർക്കുകയാണ്. ഈ ചിക്കൻ മസാലയിൽ മറ്റേ പായസത്തിൽ ചിക്കൻ മസാല ഇടാൻ പാടില്ല എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ എതിർക്കുകയാണ്. ടീച്ചറിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, യാത്ര ചെയ്യുമ്പോൾ ഒരു അപകടം സംഭവിച്ചെന്ന് വിചാരിക്കുക, സംഭവിക്കാതിരിക്കട്ടെ, വിചാരിക്കുക മാത്രം ചെയ്യുക. ഈ അപകടം സംഭവിക്കുമ്പോൾ ഒരുപാട് ബ്ലഡ് എന്തായാലും പോവുമല്ലോ. ബ്ലഡ് തരാൻ വരുന്നവൻ ഹിന്ദു ആണ് എങ്കിൽ മാത്രമേ എനിക്ക് ബ്ലഡ് തന്നാൽ മതി എന്ന് ടീച്ചർ പറയോ? ഇതേ അപകടത്തിൽ ടീച്ചറിനെ എടുക്കാൻ വരുന്ന വ്യക്തി അയാൾ ഹിന്ദു ആണെങ്കിൽ മാത്രം എന്നെ എടുത്താൽ മതി എന്ന് ടീച്ചർ പറയോ? എൻ്റെയും ടീച്ചറിൻ്റെയും ഒരു ക്രിസ്ത്യാനിയുടെയും ഒരു മുസ്ലിമിൻ്റെയും ഒക്കെ ചോര ചുവപ്പ് തന്നെയാണ് ടീച്ചറെ, ചോരയുടെ നിറം. അല്ലാണ്ട് ക്രിസ്ത്യാനിക്ക് വെള്ളയും മുസ്ലിമിന് മുറിക്കുമ്പോൾ പച്ച ചോരയോ അല്ല കാണുന്നത്. അതുകൊണ്ട് ദയവേത് ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ഇമാതിരി സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കാതിരിക്കുക, പറയാതിരിക്കുക, വിഷം തുപ്പാതിരിക്കുക. എനിക്കറിയാം ഈ വീഡിയോ കാണുന്ന കുറേയധികം ആൾക്കാർ എന്നെ വിമർശിക്കും, തെറി കമൻറ്റുമായിട്ട് വരും, അറിയാം, ഉറപ്പുണ്ട്. പ്രത്യേകിച്ച് ഫേസ്ബുക്കിലാണെങ്കിലും ഉണ്ടാവും. പക്ഷേ യൂട്യൂബിൽ അല്പമെങ്കിലും തലയ്ക്ക് ആളുതാമസമുള്ള ആൾക്കാരുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പ്രത്യേകിച്ച് എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഞാൻ പറയുന്നത് എന്താണെന്ന് കാര്യം മനസ്സിലാക്കി ചിന്തിച്ച് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് എൻ്റെ വിശ്വാസം. എനിവേ, നന്ദഗോവിന്ദം ഭജൻസ് ചെയ്തതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. പിന്നെ ഞാൻ അറിഞ്ഞ വേറൊരു കാര്യം, ഇതിനകത്ത് ആരാണെന്ന് എനിക്ക് വ്യക്തതയില്ല, ഒരാൾ ഒരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരുടെ കൂട്ടത്തിലുള്ള, അതായത് അവിടെ ഞങ്ങൾക്ക് പാർക്കിങ്ങിനൊക്കെ സ്ഥലം തന്നു, അവർ ഞങ്ങളുമായിട്ട് ഒരുപാട് സഹകരിച്ചു, അതുകൊണ്ട് അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഒരു പാട്ട് പാടിയതാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതായിട്ട് കേട്ടു. എനിക്ക് വ്യക്തതയില്ല അക്കാര്യത്തിൽ, പക്ഷെ ഞാനത് പറയുന്നു മാത്രം. അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം പാടിയതാണെങ്കിൽ അതിലൊരു തെറ്റും വ്യക്തിപരമായിട്ട് ഞാൻ കാണുന്നില്ല. ഇത് എൻ്റെ അഭിപ്രായമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ്. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം ഇവർ ചെയ്തതിൽ തെറ്റില്ല എന്നുള്ളത്. കാരണം കേരളമാണ്, മതസൗഹാർദ്ദമാണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ ഇതിലൊരു കൂട്ടം ആൾക്കാർ ഇതിനകത്ത് ഈ പാലിനകത്ത് തൈരിടുന്ന പോലെ വിഷം കലർത്താൻ ശ്രമിക്കുന്നു. ഹിന്ദുക്കൾ മാത്രം മതി, മറ്റുള്ള മതക്കാരും വേണ്ട എന്ന രീതിക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനെതിരെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്, അതിനെതിരെയാണ് നിൽക്കേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.